മോർണിംഗ് തന്നെ ഇങ്ങനെയുള്ള ഫിലിം കണ്ടാൽ ഞാൻ അവിടെ ഒന്ന് സ്റ്റക്കായി പോകും കേട്ടോ. പണ്ടത്തെ മൂവി വെച്ചാൽ എനിക്കങ്ങനെ, അതും മോഹൻലാലിൻ്റെ മൂവി അങ്ങനെ പറഞ്ഞാൽ എനിക്ക് അത് കുറച്ച് കമ്പം കൂടുതലാണ് കേട്ടോ. കുറച്ച് ടൈം നോക്കി പിന്നെ ഷോപ്പിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പം തന്നെ ഞാൻ കുളിക്കാൻ വേണ്ടി പോയി. കുളിച്ചിട്ട് മാറ്റിയിട്ട് ഞാൻ പോവാണ്. അപ്പോൾ അപ്പു എൻ്റെ വണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവനെ വിളിച്ചു ഞാൻ. അപ്പോൾ അവൻ വന്നു, അവനും കൂടെ വരാമെന്ന് പറഞ്ഞു. ഞാനും അവനും പോവാണ്. നേരെ പോയത് വണ്ടിയിൽ എണ്ണയില്ലാത്തതുകൊണ്ട് നേരെ പോയത് പമ്പിലേക്കാണ് കേട്ടോ. അപ്പോൾ പമ്പായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. വലിയ ബന്ധമൊന്നുമല്ല, ഞാനൊരു 2 ഇയർ അവിടെ ജോബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എത്തിയപ്പാട് തന്നെ പത്മനായിരുന്നു അവിടെ. ഫോൺ ഞാൻ ക്യാമറ കാണിച്ചിട്ടോ നല്ലപോലെ നിന്ന് തന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു സന്തോഷം വന്നു എനിക്ക്. അപ്പം കുറച്ച് പമ്പിലുണ്ടായ മുന്നത്തെ കഥകളൊക്കെ പറഞ്ഞ് നേരെ എത്തിയത് നമ്മുടെ മാർക്കറ്റിൽ മലബാർ ഷോപ്പിലാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്നാണ് കുറച്ച് സാധനങ്ങൾ എടുക്കാറ്. ഇവിടെ കുറച്ച് വിലക്കുറവാണ്. മാർക്കറ്റ് എല്ലാ ഷോപ്പിനെ സംബന്ധിച്ച് ഇവിടെ വിലക്കുറവാണ്. ഇവിടെ നിന്ന് ഞാൻ കുറച്ച് മാഗി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി അടുത്തുള്ള നേരെ മുട്ടക്കടയിലിട്ട് പോയിട്ടോ. മുട്ടക്കടയിൽ പോയപ്പോൾ ഇതുവരെ കാണാത്ത കുറേ തരം അച്ചാറുകളുണ്ട്. വാങ്ങിക്കണം തോന്നി, പക്ഷെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ടും വാങ്ങിച്ചില്ല. എന്നിട്ട് കുറച്ച് മുട്ടയും വാങ്ങിച്ച് ഞാനും അപ്പോൾ പോവാണ്. എല്ലാവർക്കും അറിയാം, ഞങ്ങൾ പുറത്തു പോയാലും എന്തെങ്കിലും കുടിക്കുന്നത് ഇതാണ് തൈരി ഷോപ്പ്. ഇവിടെ നിന്നാണ് നല്ല ലസ്സി ഇട്ടിട്ടോ. അതാ 2 ലസ്സി പറഞ്ഞു ഞാനപ്പം. ഇതാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ലസ്സി, അടിപൊളിയാണ്. തണുത്ത ലസ്സി കുടിക്കുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ. നേരെ കുടിച്ചത് ഗ്ലാസ് ഫുള്ളും കാലിയാണ് കേട്ടോ. പിന്നെയും വാങ്ങിക്കാൻ തോന്നി, വേണ്ടെന്ന് വെച്ച് നേരെ റെയിൽവേ സ്റ്റേഷൻ വിട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. സിപ്പിൻ്റെ ഒരു ഫ്രാഞ്ചൈസി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ജ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ജ്യൂസ് കേട്ടോ, ഇതിൻ്റെ അകത്താണ് കേട്ടോ ജ്യൂസ് പാക്കറ്റിലാണ് വരുന്നത്. അപ്പോൾ ഇതൊന്നും ഞാൻ നല്ല ഓട്ടോയിൽ കയറ്റി, ഞാനല്ല ഇവിടുത്തെ ചേട്ടന്മാരൊന്നും ഓട്ടോയിൽ കയറ്റിയായിട്ടുണ്ട്. ഒരു 100 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 100 രൂപയ്ക്കുള്ളത് ഉണ്ടോ അത്, അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ ചെറുങ്ങനെ ഞാൻ തർക്കിച്ചിട്ടോ. എന്നിട്ട് ഞാൻ കൊടുത്തു കേട്ടോ 100. ഞാൻ ചേട്ടനോട് ചോദിച്ചു, ഇത്രയൊരു ചെറിയൊരു ക്യാനിന് ഇത്രയൊരു പൈസ ഉണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇത് വന്നാൽ മാത്രമല്ലേ പൈസ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ട്രെയിൻ എപ്പോഴും ഒരു ദിവസം എത്ര ട്രെയിൻ വരുന്നുണ്ട്, അപ്പോൾ അതിൽ ഉണ്ടാവുമല്ലോ എത്ര ലോഡ് ഉണ്ടാവും, അപ്പോൾ എത്ര പൈസ കിട്ടും അവർക്ക്. അപ്പം അയാളൊന്നും മിണ്ടുന്നില്ല അതിൽ. അപ്പം ഞാൻ വിചാരിച്ചു ചേട്ടൻ കുറച്ച് സപ്പോർട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഉണ്ടാകും അതൊക്കെ പറഞ്ഞു ചെറിയ ക്യാൻ ഇങ്ങനെ കൊടുക്കാനാവുമോ. അപ്പം ചേട്ടൻ ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ജ്യൂസിൻ്റെ ഈ ക്യാൻ എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടല്ല കേട്ടോ. കുറേ ഞാൻ ഇപ്പം തുടങ്ങിയിട്ടൊരു 6 മന്ത് 8 മന്ത് ആയിട്ടോ. അപ്പം ഇത്രയായിട്ടൊരു ഓട്ടോക്കാരും എന്നോട് 150 ചോദിച്ചിട്ടില്ല. ഈ ചേട്ടൻ മാത്രം ഒരു 50 എക്സ്ട്രാ ചോദിച്ചു എന്നോട്. അതും എനിക്കൊന്ന് ഫീലായിട്ടോ. അതെനിക്കൊന്ന് ഒരിതായി. ഓക്കെ, പിന്നെ അതും ഞാൻ തർക്കാക്കുക, അതും കൊടുത്തു. നമ്മളുടെ ആവശ്യമായി പോയില്ലേ. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് സാധനം കൊടുത്ത് ഞങ്ങൾ ബൈ ആക്കി. ടാറ്റാ ബൈ.